ഹായ് വെൽക്കം ടു നിഷ സ്പൈസസ്. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഡയറ്റ് ചിക്കനാണ്. ഡയറ്റ് നോക്കുന്നവർക്കും അതേപോലെ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ളവർക്കും വണ്ണം വെക്കാൻ താല്പര്യമില്ലാത്തവർക്കും കഴിക്കാൻ പറ്റിയൊരു ചിക്കൻ. ഡയറ്റ് ചിക്കൻ എന്ന് പറഞ്ഞാൽ ടേസ്റ്റിന് കുറവൊന്നുമില്ല, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കനാണ്. നമ്മൾ കുറച്ച് എണ്ണയൊക്കെ കൺട്രോൾ ചെയ്ത് ഉണ്ടാക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. 250 ഗ്രാം ബോൺലെസ് ചിക്കനാണ്. ഇങ്ങനെ ക്യൂബ്സ് ആയിട്ട് മുറിച്ച് തന്നെ ഞാൻ മേടിച്ചതാണ് കേട്ടോ. ഫ്രഷ് ഹോമിൽ നിന്ന് ഓർഡർ ചെയ്യുമ്പോൾ ഇങ്ങനെ ക്യൂബ്സ് ആയിട്ടും കിട്ടുമല്ലോ ബോൺലെസ്. 250 ഗ്രാം ഉണ്ട്. അപ്പം അതിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് കുറവാണ് എടുത്തത്. നമ്മൾ വണ്ണം വയ്ക്കാതിരിക്കണമെങ്കിൽ ഉപ്പും മാക്സിമം കുറവ് യൂസ് ചെയ്യണം. ഏകദേശം ഒരു 1/4 ടീസ്പൂൺ ഉപ്പ്, ചിക്കന് മാത്രമായിട്ടുള്ള ഉപ്പ്. അതിലോട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ മുളക് പൊടി 1 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി. മല്ലിപ്പൊടി ഇച്ചിരി കൂടുതൽ ചേർക്കുവാണ്. പിന്നെ ഏകദേശം 1-1.25 ടേബിൾ സ്പൂൺ ഇഞ്ചി, വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ അരച്ചത്. 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 6-7 അല്ലി വെളുത്തുള്ളി, പിന്നെ വലിയ കഷ്ണം ഇഞ്ചി. ഇതെല്ലാം കൂടെ അരച്ചു കഴിഞ്ഞ് ഏകദേശം 1 ടേബിൾ സ്പൂൺ ഉണ്ട് കേട്ടോ. 1 ടേബിൾ സ്പൂണിൽ ഇച്ചിരി കൂടെ കൂടുതലുണ്ട്. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്യണം. മാരിനേറ്റ് ചെയ്ത് വെക്കുകയൊന്നും വേണ്ട, ഇത് അപ്പം തന്നെ വേവിക്കാൻ പോവാ. ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ കീറി ഒരു ചട്ടിയിൽ 1 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചിട്ടുണ്ട്. ഈ ചിക്കൻ ഒന്ന് വേവിക്കാൻ പോവാ. ചിക്കൻ്റെ വേവ് ഒരു 20-25 മിനിറ്റ്സ് സ്റ്റൗ ഓണാക്കി മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഈ ചിക്കൻ വേവിക്കണം കേട്ടോ. ചട്ടി ഞാൻ എടുത്തൊന്നുമില്ല, ഏതെങ്കിലും ഒരു പാത്രത്തിൽ 1-1.25 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് അടച്ചു വെച്ചിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ഈ ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാം. ചിക്കൻ ഒരു 1/4 വേഗാകുമ്പോഴത്തേക്ക് ഞാൻ വേറൊരു നോൺ സ്റ്റിക്ക് പാൻ ചൂടാക്കിയിട്ടുണ്ട്. അതിലോട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. കറക്റ്റ് 1 ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ടുള്ളൂ, അതിലും കൂടുതൽ വേണ്ട. അതിലോട്ട് 1 സവോള നീളത്തിൽ അരിഞ്ഞതും 1 പച്ചമുളക് 2ആയിട്ട് കീറിയതിടുവാണ്. ഈ വെളിച്ചെണ്ണ എന്ന് പറയുന്നത് ഈ സവോള വഴറ്റാൻ വേണ്ടി മാത്രമായിട്ടുള്ള വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. സൺഫ്ലവർ ഓയിലിനേക്കാളും വെളിച്ചെണ്ണ യൂസ് ചെയ്യുന്നത് തന്നെയായിരിക്കും നല്ലത് കേട്ടോ. കഴിയെങ്കിലും ടേബിൾ സ്പൂണിൽ മെഷർ ചെയ്ത് തന്നെ ഒഴിക്കാൻ ശ്രമിക്കുക, വണ്ണം കുറയ്ക്കാൻ ശ്രമിക്കുന്നവരാണെങ്കിൽ. അല്ലെങ്കിലും വണ്ണം കുറയ്ക്കാൻ ശ്രമിക്കാത്തവരാണെങ്കിലും മാക്സിമം എണ്ണ കുറച്ചിട്ട് എല്ലാ ഫുഡും നമുക്ക് കഴിക്കാം. ആ ഒരു എണ്ണയൊക്കെ കുറച്ച് ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത്. നമുക്ക് ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ പിന്നെ എന്തിനാണ് വെറുതെ എണ്ണ ഒഴിക്കുന്നത് അല്ലേ. ഇനി ഇതിന്റെ കൂടെ തന്നെ കുറച്ച് ചെറിയ ഉള്ളിയും കൂടെ ചേർക്കണം. ഇത് ഏകദേശം ഒരു അങ്ങനെ ഫിക്സഡ് കണക്കൊന്നുമില്ല, ഒരു 8-10 ചെറിയ ഉള്ളി മുറിച്ചിട്ടില്ല, അങ്ങനെ തന്നെ ചേർക്കുകയാണ്. അങ്ങനെ ഉണ്ടായിട്ടിരിക്കുന്ന ഒരു രസം. ചെറിയ ഉള്ളി ഇടുന്നൊരു ടേസ്റ്റുവാ. ഈ സവോളയ്ക്ക് ഉള്ളിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം. കാരണം ചിക്കന് ഉപ്പ് ചേർത്തിട്ടുണ്ട്, അപ്പൊ ഇതിന് കുറച്ച് ഉപ്പ് വേണം. ഏകദേശം ഒരു 1/2 ടീസ്പൂൺ ഉപ്പ്. ചിക്കൻ ഇപ്പം ഒരുവിധം നന്നായിട്ട് വെന്ത് കാണും. ഒന്ന് ഞെക്കി നോക്കിയാൽ മതി വെന്തോന്ന് അറിയാനായിട്ട്. ഇനിയും ഇതിനകത്ത് ഇത്രയും ഗ്രേവി ബാക്കിയുണ്ട്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു ഡയറ്റ് റെസിപ്പി ആയിട്ട് ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ ഈ ചിക്കൻ പീസസ് അങ്ങ് എടുത്തൊരു പ്ലേറ്റിലോട്ട് ആക്കുകയാണ്. വേണമെങ്കിൽ ഇങ്ങനെ തന്നെ ഇത് വറ്റിച്ചെടുക്കാം ഹൈ ഫ്ലെയിമിലിട്ട്. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് എക്സ്ട്രാ കൂടുതൽ വെള്ളമാണ് ഒഴിച്ചത്. 1-1.25 കപ്പ് വെള്ളം ഒഴിച്ചത് അതിന് വേണ്ടിയിട്ടാണ്. ചിക്കൻ വേകാൻ അത്രയും വെള്ളമൊന്നും ശരിക്കും ഒഴിക്കേണ്ട കാര്യമില്ല. ചിക്കൻ ഇങ്ങനെ മാറ്റിയെടുക്കുന്നത്, സാധാരണ നമ്മൾ ചിക്കൻ എപ്പോഴും കുക്ക് ചെയ്യുമ്പം അതിൻ്റെ ഫാറ്റ് എപ്പോഴും ആ ഗ്രേവിയിലായിരിക്കും ഉണ്ടാകുക. അപ്പം ഈ ഗ്രേവി എന്ന് പറയുന്നത് ശരിക്കും ഈ ഗ്രേവി ഉൾപ്പെടെ എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് കൂടും. നമ്മളിപ്പോൾ ആ വഴറ്റുന്നതിനകത്തോട്ട് നല്ല തിക്ക മസാലയും ചിക്കൻ്റെ സ്റ്റോക്കും ഒക്കെ വന്ന് നല്ല ടേസ്റ്റി ഗ്രേവിയാണ്. പക്ഷെ ഇപ്പം ഈ ഇതായിട്ട് ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ ആ ഗ്രേവി എടുക്കുന്നില്ല, അവോയ്ഡ് ചെയ്യാണ് കേട്ടോ. എടുക്കേണ്ടവർക്ക് എടുക്കാം, ഞാൻ അങ്ങനെ ഓപ്ഷൻ പറയുകയാണ്. ഞാൻ ആ ഗ്രേവി ഇല്ലാതെയാണ് കുക്ക് ചെയ്യുന്നത്. സവോള ഏകദേശം ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനിയും ഞാൻ ആ ചിക്കൻ പീസസ് ഇതിനകത്തോട്ട് ചേർക്കുകയാണ്. ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇനി ഞാൻ മുളക് പൊടി ഒന്നും ചേർക്കുന്നില്ല.
കാരണം ഒത്തിരി മുളക് പൊടി നല്ലതല്ല. നേരത്തെ ചിക്കന് 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ടായിരുന്നല്ലോ. പിന്നെ എന്നിട്ട് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഒന്നെങ്കിൽ ഗരം മസാല അല്ലെങ്കിൽ ചിക്കൻ മസാല. ഞാനിപ്പം ചിക്കൻ മസാല 1/2 ടീസ്പൂൺ ചേർക്കുകയാണ്. ഏകദേശം 10 മിനിറ്റ് നല്ലപോലെ ഡ്രൈ റോസ്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. നല്ലൊരു ചിക്കൻ റോസ്റ്റ് പരുവത്തിൽ വന്നിട്ടുണ്ട്. ലാസ്റ്റ് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ മല്ലിയില ഓർ കറിവേപ്പില ഏത് വേണമെങ്കിലും നിങ്ങളുടെ ഇഷ്ടത്തിനിടാം. എന്നിട്ട് ഞാൻ ഫ്ലെയിം ഓഫാക്കുകയാണ്. ഓഫാക്കി ആ മല്ലിയില ഇളക്കി കൊടുത്തു. 1/2 മുറി നാരങ്ങ പിഴിഞ്ഞൊഴിക്കുകയാണ്. നല്ല ടേസ്റ്റാണ്. ഫ്ലെയിം ഓഫാക്കിയിട്ട് ഒഴിച്ചാൽ മതി, അല്ലെങ്കിൽ സെർവ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് ഒഴിച്ചാലും മതി കേട്ടോ. പെട്ടെന്ന് ഇളക്കി കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. നല്ല ഹെൽത്തി ചിക്കൻ. എത്ര വേണമെങ്കിലും കഴിക്കാം. നല്ല ചപ്പാത്തിയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയോ ഒക്കെ ക്വാണ്ടിറ്റി ഒന്നും നോക്കാതെ നല്ലപോലെ കഴിക്കാം.